റോഷ്ന റോഷ്ന പറയുന്നതിൽ സത്യമുണ്ടെന്നും എന്നാൽ പൂർണ്ണമായ സത്യം അന്വേഷണത്തിൽ തെളിയണമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞ ദിവസമാണ്. മാത്രമല്ല റോഷ്ന പറയുന്നത് കള്ളമാണെന്നും ആ ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചിട്ടേയില്ല എന്നും പറഞ്ഞ് എന്താണ് ഒരുപക്ഷെ ഒരു ക്രെഡിബിലിറ്റി തകർക്കാൻ യദു നടത്തിയ പ്രതികരണങ്ങൾ രേഖാമൂലം പൊളിയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു പരാതി പോലീസിന് കൊടുക്കാൻ പ്ലാനുണ്ടോ റോഷ്ന? സർ, ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ അങ്ങനെ ഒരു നടപടി രീതിയിലേക്കൊന്നും നമ്മളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്കുണ്ടായ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അത് ഷെയർ ചെയ്ത് നമ്മളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടും നമുക്കുണ്ടായ ഒരു ഇഷ്യൂവിന് യാതൊരു രീതിയിലും, അത് പൊളിറ്റിക്കൽ രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ജനങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് കാണുന്നവർക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവില്ലായിരിക്കാം. പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിയിങ് ആണ് ഇപ്പോൾ 2 ദിവസമായിട്ട് നടക്കുന്നത്. ഈ പറഞ്ഞ പോലെ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുന്നു. മന്ത്രി അടക്കമുള്ളവർ അതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ പോലും നമുക്കെതിരെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. അതിന് മറ്റു കാരണങ്ങളാണ്. അത് എന്നോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് മറ്റു കാരണങ്ങളാണ്. എന്നിരുന്നാൽ കൂടിയും അത് വളരെ മോശമായിട്ട് ഇതിൽ രാഷ്ട്രീയമുണ്ടോ? ഓഫ് കോഴ്സ് ഇതിലൊരു ഒരു രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പക്ഷങ്ങളുള്ളത് കാരണം അതിനെ അങ്ങനെ കരുതിയാൽ പോരെ. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങേയറ്റം മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മേയർക്ക് നേരിടേണ്ടി വന്ന തരത്തിൽ തന്നെ ഇപ്പം ലൈംഗിക അധിക്ഷേപങ്ങളുടെ ആംഗ്യങ്ങളുണ്ടോ എന്നറിയില്ല, പക്ഷേ അത്തരത്തിൽ തന്നെ അശ്ലീലപരമായ സംസാരമടക്കം വളരെ മോശമായി സംസാരമുണ്ടായി എന്ന് റോഷ്ന പറയുന്നുണ്ട്. അതേ ദിവസം വണ്ടി ഓടിച്ച് ഇതുതന്നെയാണെന്ന് രേഖാമൂലം തെളിയുന്നുണ്ട്. അതിനുശേഷം മേയർക്ക് സമാനമായ അനുഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ സ്ഥിരം പണിയാണിതെങ്കിൽ ഒരു പരാതി കൊടുത്തിടൽ ഇനിയും അത്തരം ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് എന്ന് തോന്നുന്നില്ലേ റോഷ്ന? സർ, അത് പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ അന്നേ കൊടുക്കണമായിരുന്നു. ഒന്നാമത്തെ കേസ് അതാണ്. അന്ന് ഞാൻ കൊടുത്തില്ല. ഇപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതാണ്, അന്ന് കൊടുത്തില്ലല്ലോ. ഇല്ല, അങ്ങനെ അത് പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് റോഷയ്ക്ക് ഒരു ട്രോമയുണ്ട്, ഉറപ്പായും അന്ന് റോഷയ്ക്ക് തിരക്കുണ്ട്, ആ സംഭവത്തിൽ റോഷയ്ക്ക് ഒരു ട്രോമയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ പരാതി കൊടുക്കാൻ ഇന്ന സമയപരിധി സമയകാലാവധി എന്നുള്ളതില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഒരു പരാതി പോലീസിന് കൊടുക്കാൻ ഇത്ര സമയകാലാവധി എന്നുള്ളതില്ല. ഇന്നും കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ല, അതെ, തീർച്ചയായും അതെ. അല്ല, അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ എനിക്കത് ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല. 1-2 ദിവസമായിട്ട് ഈ സൈബർ ബുള്ളിങ് നല്ല രീതിയിലുണ്ട്. ഇത് കുറച്ച് തെളിവുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ മന്ത്രി അതിൽ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പം എന്താണ് അതിൻ്റെ ബാക്കി നടപടികൾ എന്ന് എനിക്ക് നോക്കേണ്ടിയിരിക്കുന്നു സർ. ഇല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ റോഷ്നയുടെ പരാതിയിൽ ഒരു ആഭ്യന്തര KSRTC ആഭ്യന്തര അന്വേഷണമാണ് നടത്തുന്നത്, പോലീസ് അന്വേഷണമല്ല റോഷ്ന. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, റോഷ്നയ്ക്ക് ഇത്ര മോശമായ അനുഭവം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് പോലീസിലേക്ക് ഒരു പരാതിയുമായി പോകാൻ റോഷ്ന മടിക്കുന്നു? അത് എന്തെങ്കിലും ഭയന്നാണോ? ഇപ്പോൾ ഈ പറഞ്ഞ സൈബർ ലിഞ്ചിങ് പോലെയുള്ള കാര്യങ്ങൾ പിന്നെയും ഉണ്ടാകുമെന്ന് ഭയന്നാണോ റോഷ്ന? ഭയം എന്നതിനെ പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പോസ്റ്റ് ഇടില്ല. ഭയം എനിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമേ എനിക്കില്ല. പക്ഷേ എനിക്കിതിൻ്റെ പുറകെ നടക്കാനുള്ളൊരു സാഹചര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ബൂട്ടിക് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നൊരു സമയം 7 മാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ. അപ്പം തുടങ്ങിയ അവസരത്തിൽ തന്നെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഒരു കേസ് സംബന്ധമായിട്ട് അതിലേക്ക് അങ്ങ് പോകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ പരാതി നൽകുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് റോഷ്ന പറയുന്നുണ്ട്, അന്ന് അത്രയും മോശമായ പ്രതികരണം നടത്തിയ എന്ന് പറഞ്ഞാൽ മേയർ നേരിട്ടു എന്ന് പറയപ്പെടുന്ന രീതിയിൽ അശ്ലീല ചുവയോടെ സംസാരിച്ചു എന്ന് MVD പറഞ്ഞു, എന്നിട്ടും അത് സോൾവ് ചെയ്ത് വിട്ടതാണ് എന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് MVDക്ക് അത് കഴിയുക എന്ന് എനിക്കറിയില്ല. കാര്യം അതൊരു മോട്ടോർ വാഹന നിയമവുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ഒന്നാമത്തെ കാര്യം അതൊരു ക്രിമിനൽ പ്രശ്നമാണ്. അത് MVD ആ പ്രൊസീജിയർ എങ്ങനെയാണ്? MVD ആരാണെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് അയാൾ അത് സോൾവ് ചെയ്യുന്നത്? അല്ല, എനിക്ക് ആ സ്ഥലം സോൾവ് ചെയ്യുക എന്നല്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ വരുന്ന വഴിക്ക് ഇതുപോലെ തന്നെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കണ്ടിട്ടാണ് ഞാൻ സൈഡാക്കിയത്. ആ ലൊക്കേഷനാണ് ആ പിക്ചറിലുള്ളത്. ആ പിക്ചറിന്റെ സൈഡിലൊരു ഫ്ലെക്സ് ബോർഡ് ഉണ്ട്, അതിനകത്തുനിന്നാണ് ആ സ്ഥലം. എൻ്റെ നാടല്ല അത്. അപ്പം ആ സ്ഥലം എനിക്ക് അങ്ങനെയാണ് അറിയുക.
മുതുവറ എന്നാണ് ആ ലൊക്കേഷൻ, MVDയുടെ വണ്ടി ഉണ്ടായിരുന്ന ലൊക്കേഷൻ. അപ്പം ഞാൻ ഇവരോട് സംസാരിച്ച് ഇങ്ങനെ തർക്കം ഉണ്ടായി, ഞങ്ങൾ ഹോൺ അടിച്ചു. അപ്പം ഈ ബസ്സിലുള്ളവർ അക്ഷമരായി, കാരണം ഓൾറെഡി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വണ്ടി നിർത്തി. അപ്പോൾ അവിടെ നിന്ന് ഒരു 2-3 പേര് ഇറങ്ങി വന്നിട്ട് പറഞ്ഞത്, ഇവർ തമ്മിൽ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട് സാർ, അവരും ഹോൺ അടിച്ചു, അവരതൊരു ഈഗോ പ്രശ്നമായിട്ട് അങ്ങോട്ട് വിടുവാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് എൻ്റെ നാടല്ലാത്ത ഒരു സ്ഥലം, എനിക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പോയിരുന്നിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവരോട് പറഞ്ഞു, ഇയാൾ സംസാരിച്ച രീതി ഇങ്ങനെയല്ലെന്ന് പറഞ്ഞപ്പോഴും താങ്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞു അവര്. അതാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവിടെ അവർക്ക് അതിന് ഒരു ചർച്ചയ്ക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അല്ല ഞാൻ ചോദിക്കുന്നത് ഒരാളല്ല, MVDയുടെ കൂടെ തന്നെ മറ്റു 2 പോലീസുകാരും ഉണ്ടായിരുന്നു. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത് എന്താണ് ഇപ്പം ഒരു റോഡ് റേജ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡ്രൈവറുമായി തർക്കം ഉണ്ടാവുക, റോഡിൽ ഇറങ്ങി ഞാൻ തന്നെ അത്തരമൊരു അനുഭവത്തിൽപ്പെട്ട ആളാണ്, ഉണ്ടാവുക എന്നുള്ളത് കേരളത്തിൽ പുതുമയൊന്നുമല്ല. ഇപ്പം ഞാൻ ഇതിലെ പ്രശ്നം എന്താണ്, ഇയാൾ വളരെ മോശം ഒരു സ്ത്രീയോട് സംസാരിക്കരുതാത്ത ഭാഷയിൽ അശ്ലീല സ്വഭാവത്തിൽ സംസാരിച്ചു എന്നതാണ് അതിലെ പ്രശ്നത്തെ ഗുരുതരമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ റോഡിലൊരു തർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായി, ഇനിയിപ്പോൾ എന്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരമാവധി രൂക്ഷമായ വാക്കുകൾക്ക് എന്നതിനപ്പുറം ഒരു സ്ത്രീയോട് സംസാരിച്ചു കൂടാത്ത, പെൺകുട്ടിയോട് സംസാരിച്ചു കൂടാത്ത അശ്ലീലകരമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരമുണ്ടായി എന്ന കാര്യം MVDയോടും പോലീസിനോടും പറയുമ്പോഴും ഓക്കെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോകാം എന്ന ഉഴപ്പൻ സമീപനം സ്വീകരിച്ചുവെങ്കിൽ അത് മാരകമായ പിഴവാണ് അവരുടെ ഭാഗത്ത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. അങ്ങനെയാ പറഞ്ഞത് അവരങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, എനിക്ക് പോകാം. പക്ഷെ എനിക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിയില്ല, എനിക്ക് അവിടുത്തെ ആ ഒരു സ്ഥലത്തെ പിന്നെ എനിക്ക് ഒരു ധാരണയില്ല. ഞാനപ്പോൾ എങ്ങനെയാണ്, അതും എൻ്റെ ഉദ്ഘാടന സംബന്ധമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ സഹോദരനെ അതിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്, ഇവിടെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് അവൻ വരുന്നത് കൂടെ. ഞങ്ങൾ 2 പേരും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചേച്ചി നമുക്ക് ഈ സ്ഥലം പോലും അറിയില്ല, ഒരു വിഷയം ഉണ്ടായി നമ്മളിവിടെ കംപ്ലൈൻറ്റ് കൊടുത്താലും നമ്മൾ തന്നെ ഇങ്ങോട്ട് വരണ്ടേ, എത്ര പ്രാവശ്യം വരും, അതുകൊണ്ടാണ് നമ്മൾ അതിൽ കൂടുതൽ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ സാധിക്കുന്നത്. ശരിയാണ്. അല്ല ഞാൻ പറഞ്ഞത് ഞാൻ റോഷനെ പഴിക്കുകയല്ല, ഞാൻ MVDയെയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെയും ഇത്രയും മാരകമായ പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ പരാതി ഉണ്ടെങ്കിൽ വായോ എന്നൊക്കെ പറഞ്ഞ് ആര് കൈകാര്യം ചെയ്യുന്നു എന്നൊന്നും എനിക്ക് അറിയില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ MVDയുടെ ഭാഗത്തെയും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഭാഗത്തെ കുറ്റപത്രത്തിൽ പറയുകയാണ്. അറിയില്ല സാർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. റോഷ്നി.